സ്നേഹം കൊണ്ട് വിരുന്നൊരുക്കും ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ. സ്നേഹിക്കാനായി മാത്രമറിയും ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ. സ്നേഹം കൊണ്ട് വിരുന്നൊരുക്കും ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ. സ്നേഹിക്കാനായി മാത്രമറിയും ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ. ചങ്കും കരളും പറിച്ചു നൽകും തമ്മിൽ മലപ്പുറം ജില്ലക്കാർ. ചങ്ങാതികളായി ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യനും ചേർന്നൊരു ജില്ലക്കാർ. ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ മക്കളെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ലൈക്ക് ഇടാൻ പറയുന്നുണ്ട് കേട്ടോ. ലൈക്ക് ഇടാൻ നിങ്ങൾ മറക്കുകയാണ്. ഒന്നും ഉണ്ടായിട്ടല്ല, ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ വെച്ചിട്ടാണ് വീഡിയോ തുടങ്ങാൻ വെച്ചിട്ടാണ് കേട്ടോ. ലൈക്കും കമന്റും നിങ്ങൾ മറക്കുക തന്നെ ചെയ്ത് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ലൈക്കും കമന്റും മറക്കണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകം ഒന്ന് പറഞ്ഞങ്ങാണ്ട് തുടങ്ങണത്. പിന്നെ കുറെ ആൾക്കാർ വാപ്പൂരെ കൊണ്ട് കുറെ പണിപ്പിച്ചിട്ടുണ്ട്. താത്തങ്ങൾ കുറെ കൂലി കൊടുക്കണം എന്നാണ്. ഇതാക്കണം മക്കളെ, ഓന്റെ പണി കണ്ടോളി. സാധനങ്ങളൊക്കെ ചട്ടിക്കർ പറഞ്ഞു തന്നിട്ട് മൂപ്പര് സുഖമായിട്ട് ഇവിടെ നിന്ന് കിടക്കും. അതിനായിട്ട് നമുക്കൊരു പഴയ സോഫയുണ്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ട്. ഏതായാലും തട്ടി മുട്ടി ഞാനും ഓനും ഒക്കെ ഉന്തി നീക്കി അങ്ങനെ പോടുന്നുണ്ട്. എവിടെ ഞങ്ങൾ എത്തുകയെന്ന് അറിയില്ല. ഏതായാലും നിങ്ങൾ വാങ്ങിയാലൊക്കെ നല്ല നല്ല സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നെറ്റല്ലുണ്ടോന്നൊക്കെ അറിയില്ല നമ്മള്. നമുക്ക് നട്ടല് കുറവാണ് പറയണത്. ഞമ്മക്ക് കുറച്ച് നട്ടലുണ്ടായിക്കോളൂ അല്ലേ? ഞമ്മക്ക് കുറച്ച് നട്ടലുണ്ടായിക്കോളൂ അല്ലേ? അപ്പൊ മക്കളെ, നമ്മളെ ആടിന്റെ അറിവും കാര്യമൊക്കെ കഴിഞ്ഞു. ഇതാക്കാം ഇതാകും കാര്യങ്ങളൊക്കെ ഫുള്ള് പണി ഞാൻ അടുത്തത്. വേറെ ആരും കാണിച്ചാൻ പറ്റില്ലല്ലോ, എന്തും പറയാലോ അല്ലേ? ഫുള്ള് സെറ്റാക്കി. അപ്പോൾ തുടർന്ന് ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ ഇടക്കിടക്ക് ഓരോ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ കമന്റ് ഇടാൻ മറക്കല്ലേ, ലൈക്ക് ഇടാൻ മറക്കല്ലേ കേട്ടോ. ഇവിടെ നോക്കാണി മക്കളെ, ഞാൻ ലേഖം പെരുക്കാൻ കൊടുന്ന ആള് പോണ മക്കൾ സോഫ ചെപ്പ് തുടങ്ങി പോണേ. 4 മണിക്ക് എന്താ മെഷീന എന്ത് ഞാനെന്റെ അവിടുത്തെ മെഷീന എന്ത് ഞാൻ 5 ലക്ഷം കിട്ടും. എവിടെ സിഗരറ്റ് പാക്കറ്റ് ഞാൻ വലിച്ചല്ലോ. അതോ എന്റെ അല്ലട്ടോ, അത് അതിലില്ലല്ലോ. അവിടെ വേറെ ആളുണ്ട് തൊള്ളിതെടുക്കാത്ത ആള്. അല്ല വയറിലേക്ക് ഒരു പാട്ടടിയൊക്കെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു. കണ്ണു നീച്ചതാണ് അല്ലേ? പറ പാട്ട്. അതൊക്കെ നല്ല പാട്ടിടാൻ പറ്റൂലെ? പാട്ടടിക്കാം. ഇർഷാദ് മോനെ ചായ കുടി നല്ലൊരു പാട്ട് പഠിക്കാം. ഉറക്കം പോയിക്കോളും. ഇതാണ് ലേഖം വരക്കാൻ വന്നതിന്റെ അവസ്ഥ. വാപ്പൂന്റെ തള്ളും. സമയം എത്രയാ അപ്പൊ കാണിച്ചെടുത്ത് നമ്മളെ പ്രാവശ്യം? 12 മണി. 12:10. ഇതാണ് നമ്മളെ അവസ്ഥ. നോക്കി അവിടെ വല്ല ഇതോടെ ലേഖം അളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതോ ഇതിപ്പോ ഞാൻ നാത്തന്റെ ഒരു കാര്യത്തിൽ കൊടുത്തു. ഇതോ ആവശ്യമുണ്ട്. ഇത് ചെറുത്തോണ്ട് ഇതിലങ്ങനെ കീറാം. പണ്ട് നമ്മൾ ടപ്പ് 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 പറഞ്ഞില്ലേ? ഞങ്ങൾ അടിച്ചു. എനിക്ക് ഓർമ്മ ഉണ്ട്. നമ്മളെ പ്രാവശ്യക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. 80s 90s ഓർമ്മ ഉണ്ടാവാ. വേറെന്നുണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇതുകൊണ്ട് തല്ല പോയി. അതിലെ ലേസം തുപ്പലോ വെച്ചില്ലേ? അങ്ങനല്ല, ഇതുകൊണ്ട് തല്ല പോയതോ പോയി. അത് നിർത്തി കാച്ചി സൗണ്ട് അത് നോക്കാ. ഇതൊരു ഇതാക്കി ഓർമ്മ ഉണ്ടവർക്ക്. എങ്ങനെ അടിച്ചു. പിന്നെ പാളാക്കൊണ്ട് വിസിലുണ്ടാക്കുക. പാളാക്കൊണ്ട് വിസിലുണ്ടാക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഫാൻ ഫിറ്റാണ് കേട്ടോ. ഫാൻ ഇവിടെ പുകഞ്ഞിട്ട് കിട്ടുക. തന്നെ അവിടെ ഫാനും കൂടി ഇട്ട് കറക്കാം. ഓളെ സീറ്റും ഓളെ ടാങ്കൊക്കെ ആ ടാങ്ക് പോന്ന് കഴിട്ടാ. ആ ടാങ്ക് പഴയ പേരന്റെയാണ്. പുതിയ വരണ പുതിയ വലിയ നല്ല ടാങ്ക് ഉണ്ട്. അതൊന്നും കാണിച്ചോ. അതൊക്കെ അവരെ കാണിച്ചിട്ട് അതൊന്നും കാണിച്ചോ.
അത് കണ്ടിട്ടുണ്ടാവൂല് ഓർക്ക് പത്രമൊക്കെ കാണാൻ ഇവിടെ അങ്ങനെ കാണാൻ പറ്റും. ഇവിടെ എത്ര ആള് വന്ന് കുഞ്ഞാമരാഗ നമ്മള് പബ്ലിസിറ്റി ചെയ്യും നാളെ. കുഞ്ഞാവലേഖം ഞാനാ നിൽക്കാൻ പോണ് വെക്കാൻ പോകുകയോ പണി വെക്കണ പണിയോ? എല്ലാ അങ്ങാടി കൂടി പോയി വിൽക്കുക. ലേഖ 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 കുഞ്ഞാവലേഖ മത്തി മത്തി എന്നല്ലപ്പോ പറയണ നടക്കും. കുഞ്ഞാവലേഖന്നറിയല്ലേ നാടിന്റെ പെണ്ണുങ്ങൾ ഞാൻ തന്നോളുണ്ടാവും. അല്ല അന്നോട് ഞാൻ പാട്ടിടാൻ പറഞ്ഞു. അല്ല പാട്ടെടുക്കണം. അത്രപ്പന തീരുമാനം. ഞമ്മൾ പ്രശ്നത്തിൽ പാട്ടെടുക്കട്ടെ. ഓരോട് പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്തിട്ട് അപ്പൊ ഞാൻ പാടി കൊടുക്കാം. കമന്റ് ചെയ്തേ പാട്ടിടും. ഒരു പാട്ടിന് 500 പേര് ഞാൻ പാടും. ഈ പൈസന്റെ വർത്താനം പറയാതിരിക്കാൻ നോക്കിട്ടോ. ഇവിടെ പൈസ നല്ലൊരു കമന്റ് ഇട്ട് കൊടുക്കൊണ്ട് ഓന് പാട്ട് പാടിത്തരുന്നതാണ് നിങ്ങൾക്ക്. ഞാൻ പാടും. ഒരു പാട്ടിന് ഒരു വരിക്ക് 500 ഒഴിച്ചോന് വാപ്പോണ് സാധനം. ഒരു വരിക്കലോ ഒരു അക്കത്തിനോ ചില പരിപാടി ഒരക്ഷരത്തിന് എന്തേ കുറക്കണു. മലപ്പുറക്കാര് കുറഞ്ഞു കൊടുത്തുള്ള പരിപാടി. 12 കൊല്ലം ഞാൻ പഠിച്ചതാണ്. എന്ത് സ്കൂളേ അക്ഷരത്തിന് വരെ വില. പക്ഷെ അന്ന് ഇങ്ങോട്ട് ഇച്ചിരി മാസം എന്താ അന്റെ ഗോപാല മാഷല്ലേ? അല്ല ഹരിദാസ് മാഷ്. ഹരിദാസ് മാഷ് ഉണ്ടോ? കഴിഞ്ഞ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കട്ടോ. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ തിരിച്ചോലോ മുകളിൽ വയസ്സിന് മുന്നേ അങ്ങോട്ട് ക്ലാസ് 1-2 ജയിച്ചനെ. അല്ല കൊറേ കുട്ടികളെ അങ്ങോട്ട് കൂടെ ഒക്കെ കൊണ്ടുപോകും 10ാം ക്ലാസ്സിന്. എന്നെ പുറത്തേക്ക് പോയി ഇങ്ങനെ നിൽക്കാണ്. അല്ല ഹരിദാസ് മാഷ് ചോദിച്ചു ഒരു സ്ഥലം അങ്ങനല്ലേ ചോദിച്ചു. അങ്ങനെ തന്നെ ചോദിച്ചു. എങ്ങനെ ചോദിച്ചു അങ്ങനെ തന്നെയാണ് അവിടെ ഇരുന്നു പറഞ്ഞു. ഉത്തരല്ല അയാൾ ഇരുത്തി. അല്ല അതങ്ങനെ തന്നെയല്ലേ ചോദിച്ചു. അങ്ങനെ തന്നെയാണ് അവിടെ ഇരുന്നു പറഞ്ഞു. കഴിച്ചില്ലേ? റിട്ടയർഡായിപ്പോ. അങ്ങനെ മാഷന്മാരൊക്കെ ഓർമ്മ ഉണ്ടോ? അല്ലടാ ഞങ്ങളൊക്കെ സ്കൂൾക്ക് പോയിന്ന് മഴയത്ത് പോയിന്. ആ ഒരു ഇതാണ് കിട്ടിക്കണോ? ഇല്ല ഇപ്പൊ കിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൂട്ടാണ്. ഇപ്പത്തെ കുട്ടികൾക്ക് ഇതാണ്. ആ മഴയത്തെ കൊടല്ലാതെ പോയില്ലേ? നിങ്ങളങ്ങനെ പോയിക്കണോ? ഇല്ലല്ലോ. നിങ്ങൾ വണ്ടിയിലല്ലേ ഇരിക്കണേ? ഞാനോ നടന്നേക്കണോ? നടന്നു പോണം പെരും മഴയത്ത്. മഴ കൊണ്ട് ക്ലാസ്സിന് പുറത്തേക്കും പോണം. ക്ലാസ്സിന് പുറത്ത് നനഞ്ഞ ബുക്ക് കൊണ്ടൊരു പോക്ക്. ഞാൻ ഇപ്പൊ ലൈനായിട്ട് കിടക്കുന്നു. 10 ലൈനൊപ്പം ഇച്ചിരി ലൈനൊന്നുമില്ല. അത് മാത്രം കട്ടിയിട്ടു. നീ കണ്ട ഞാൻ കട്ട് ചെയ്യൂല. ഞാൻ ഇട്ടുകൊടുക്കും. പാപ്പൂന് ആകെ സംശയം. കറണ്ട് കമ്പി ഉണ്ടായിരുന്നു. എന്തിനാണോ അങ്ങനെ ചോദിച്ചു? അങ്ങനെ ചോദിച്ചപ്പോ ഓനെവിടെയും വെച്ച് കാണുന്നുണ്ടോ? എന്റെ വീഡിയോ അല്ലേ? അത് പറ്റും. അതിന് ഞാൻ കാണുന്നില്ലല്ലോ. എന്നെ കാണാൻ എന്റെ സൗണ്ട് ഞാൻ എന്റെ സൗണ്ട് പാറപ്പുറത്ത് ചെറ്റെത്തിയാ മതി. ആണ് അത് പറ്റി പറഞ്ഞിരുന്നു. മടച്ചെന്നെ അറിയാം എന്റെ സൗണ്ട് അത്ര വലിയ ചൊറുക്കൊന്നും. ഞാൻ യേശുദാസ് ഒന്നല്ലല്ലോ. പറഞ്ഞ പറ്റിയില്ല. ഞാൻ പാട്ടിടാനൊന്നും പോണില്ല. ഇനിയിപ്പോ സൗണ്ട് മാറ്റി കാണിച്ച് വേറെ വീഡിയോ ഇടാൻ പറ്റുമോ? ഏത് എങ്ങനെ? ഇത് വലിയൊരു ആലാപകനെ പതുകളാണ്. ഞാൻ ഉറങ്ങാൻ വരും അപ്പത്തിന് ചൊറപ്പണ് ചെറുങ്ങി. ഞാൻ അവിടെ പറയണ കേട്ടു ചെറുങ്ങാണ്. അതിലല്ലേ പോകുന്നത്. കുഞ്ഞാപ്പുണ്ട് പറയണു വാപ്പു തല അങ്ങട്ട് വെച്ചോ അന്നെ കടത്തിറക്ക. ശരിക്കേ നിങ്ങളെ കട്ടില് ഇങ്ങനെ കിടക്കൂല. ഇങ്ങനത്തെ കട്ടിലിടാൻ പാടില്ല. എന്താ കട്ടിലിടാ കിടക്കുമ്പോ തല വെക്കാൻ പാടില്ല. തല വെക്കാൻ പാടില്ല. അപ്പൊ കമന്റ് ഇടാൻ മറക്കല്ലേ, ലൈക്ക് ഇടാൻ മറക്കല്ലേ കേട്ടോ. ആ വീഡിയോക്ക് നല്ല നല്ല കമന്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരോടും അസ്സലാമലൈക്കും. അന്യനാട്ടിൽ നിന്നെത്തിയവരെ വേറിട്ടിവിടെ കാണൂല ആരും. മലപ്പുറം മണ്ണിൽ നിന്നൊരു സങ്കടം പേറി മടങ്ങൂല.